നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. ഏപ്രിൽ 3-ാം വാരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. 3 മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളുടെ നിർണയവും ഘടകകക്ഷികളുമായി നടത്തുന്ന ചർച്ചകളും വേഗത്തിലാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ പട്ടിക വൈകാതെ പുറത്തുവരും. പശ്ചിമ ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടികയ്ക്കെതിരായ പരാതി നൽകുവാനുള്ള സമയപരിധി 15-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം നീളുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 20-നും 30-നും ഇടയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തീയതി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കും. അസമിൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. പശ്ചിമ ബംഗാളിൽ 5 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുകയെന്നാണ് ഇനിയിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധിക്ക് പിന്നാലെ രാജ്യത്ത് പാചകവാതക ക്ഷാമവും രൂക്ഷമായിരിക്കുകയാണ്. കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ഗ്രാമീണ മേഖലയിൽ സിലിണ്ടർ ബുക്കിങ്ങിനായുള്ള ഇടവേള 25 നിന്ന് 45 ദിവസമായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വിതരണം താറുമാറായ സാഹചര്യവുമാണ്. കേരളത്തിൽ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വലിയ ക്ഷാമമുണ്ട്. IOC നാമമാത്രമായാണ് ഇത്തരം സിലിണ്ടറുകൾ നിറയ്ക്കുന്നത്. BPCL വാണിജ്യ സിലിണ്ടറുകൾ നിറയ്ക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. HPCL ആകട്ടെ ഭാഗികമായി ഇത് നിറയ്ക്കുന്നതായാണ് നൽകുന്ന വിവരം. ഇതിനിടെ ഡൽഹി മുതൽ ബംഗളൂരു വരെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പാചകവാതക സിലിണ്ടറുകളുടെ കരിഞ്ചന്ത വ്യാപകമാകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില കുതിച്ചുയരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഒരു വശത്ത് സിലിണ്ടറുകളുടെ ക്ഷാമം, മറുവശത്ത് താങ്ങാനാകാത്ത വില. ഇത് ഹോട്ടൽ ഉടമകളെ ഗാർഹിക സിലിണ്ടറുകൾ അനധികൃതമായി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഗാർഹിക സിലിണ്ടറുകളിൽ നിന്ന് വലിയ സിലിണ്ടറുകളിലേക്ക് അപകടകരമായ രീതിയിൽ ഗ്യാസ് മാറ്റി നിറച്ച് വിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള സിലിണ്ടർ വിതരണത്തെ തടസ്സപ്പെടുത്തുന്നു. പരിശോധനകൾ കൃത്യമായി നടത്തുന്നുവെന്ന് അധികൃതർ അറിയിക്കുമ്പോഴും ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിതരണ ശൃംഖലയിലെ വിടവുകൾ നികത്താതെ ഈ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചത് പാചകവാതകത്തിൻ്റെ ആഭ്യന്തര വിതരണത്തെ ബാധിച്ചെന്നും രാജ്യം മുൻപെങ്ങും കാണാത്ത സാഹചര്യമാണിതെന്നുമാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം രാജ്യത്തെവിടെയും LPG ലഭ്യത ഇല്ലാതായിട്ടില്ലെന്നും ബുക്കിംഗ് പല മടങ്ങ് വർദ്ധിച്ചത് പരിഭ്രാന്തിയെ തുടർന്നാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയിലെ LPG ഉൽപ്പാദനം കഴിഞ്ഞ ദിവസം 25% വർദ്ധിപ്പിച്ചിരുന്നു. ഇത് വ്യാഴാഴ്ച 28% വീണ്ടും ഉയർത്തിയതായി അധികൃതർ അറിയിച്ചു. പാചക ആവശ്യങ്ങൾക്കുള്ള LPGക്ക് പകരമുള്ള ഇന്ധനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ 1 ലക്ഷം കിലോ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി അധികമായി 48,000 കിലോ ലിറ്റർ കൂടി നൽകുമെന്ന് പെട്രോളിയം മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിക്കുന്നുണ്ട്. കൂടാതെ ഇന്ധന ഉപയോഗത്തിനുള്ള കൽക്കരി, മണ്ണെണ്ണ, ജൈവ ഇന്ധനങ്ങൾ എന്നിവയുടെ ഹോട്ടൽ വാണിജ്യ മേഖലകൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതുവരെ 1 മാസത്തേക്കാണ് ഈ ഇളവ് നിലവിൽ വരിക. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കാം. ഇറാനെതിരായ യുദ്ധത്തിനിടെ അമേരിക്കയുടെ സൈനിക വിമാനം പടിഞ്ഞാറൻ ഇറാഖിൽ തകർന്നു വീണു. വിമാനം തകർത്തത് ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പാണെന്ന് വ്യക്തമാക്കി ഇറാൻ സൈന്യം രംഗത്തെത്തിയിട്ടുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിമാനം വീഴ്ത്തുകയായിരുന്നുവെന്നും ഇറാൻ സൈന്യം അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ്റെ ആക്രമണത്തിലല്ല വിമാനം തകർന്നതെന്നും സാങ്കേതിക പിഴവാണെന്നുമാണ് US സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി സൈനിക നീക്കത്തിൻ്റെ ഭാഗമായി KC-135 സൈനിക വിമാനമാണ് തകർന്നു വീണത്. വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വിമാനമാണ് KC-135. അപകടമുണ്ടാകുന്ന സമയത്ത് 2 പൈലറ്റുമാരും വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബൂം പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്ററുമടക്കം 3 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്ന് US വ്യോമസേന അറിയിക്കുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം 4ാമത്തെ വിമാനമാണ് അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത്. നേരത്തെ 3 F-15 വിമാനങ്ങൾ തകർന്നു വീണിരുന്നു. സാങ്കേതിക പിഴവിനെ തുടർന്ന് മറ്റൊരു വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ഇസ്രായേൽ US സൈന്യം ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ മധ്യേഷ്യയിലുണ്ടായ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. പേർഷ്യൻ ഉൾക്കടലിൽ US ഇസ്രായേൽ സഖ്യവുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം രൂക്ഷമാക്കിയിട്ടുണ്ട്. ഇറാഖിൻ്റെ സമുദ്രമേഖലയിലൂടെ പോയ 2 എണ്ണക്കപ്പലുകൾ കൂടി ഇറാൻ കത്തിച്ചിരുന്നു. കപ്പലുകളിൽ ഒന്നിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരൻ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മാർഷൽ ദ്വീപുകളുടെ പതാക നാട്ടിയ US ഉടമസ്ഥതയിലുള്ള
സേഫ് സി വിഷ്ണു എന്ന കപ്പലിന് നേരെ ഇറാഖിലെ ബസ്രയിലെ ഘോർ അൽ സുബൈർ തുറമുഖത്തിന് സമീപം ബുധനാഴ്ച രാത്രിയാണ് ആക്രമണമുണ്ടായത്. ഈ കപ്പലിലെ ജീവനക്കാരനാണ് മരിച്ച ഇന്ത്യക്കാരൻ. 15 ഇന്ത്യക്കാരുൾപ്പെടെ മറ്റ് 27 ജീവനക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ചരക്ക് കൈമാറുന്ന മേഖലയിലായിരുന്നു ആക്രമണമുണ്ടായത്. സ്ഫോടക വസ്തു നിറച്ച ചെറു ചാവേർ ബോട്ട് കപ്പലിൽ ഇടിപ്പിച്ചായിരുന്നു ആക്രമണം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആക്രമണത്തെ തുടർന്ന് ഇറാഖിലെ എല്ലാ എണ്ണ ടെർമിനലുകളും പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി മറ്റൊരു കപ്പലും ഇറാഖിൻ്റെ സമുദ്രാതിർത്തിയിൽ സമാനമായ രീതിയിൽ ആക്രമണത്തിന് ഇരയായിരുന്നു.